നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ആശാ വർക്കർമാരുടെ സമരപന്തലിലെത്തി കോൺഗ്രസ് നേതാവ് VM സുധീരൻ. സമരം ചെയ്യുന്നവരുമായി ചർച്ച നടത്തുക എന്നത് ഏതൊരു സർക്കാരിന്റെയും പ്രാഥമിക ഉത്തരവാദിത്വമാണ്. ആശാ വർക്കേഴ്സിനെ സമരത്തിലേക്ക് തള്ളിവിടുവാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. 39ാം ദിവസമാണ് ചർച്ച നടത്തുന്നത്. മന്ത്രിയുടെ ഡൽഹി സന്ദർശനം വൈകി വന്ന വിവേകം. സമരത്തെ പരാജയപ്പെടുത്തുവാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടാണ് പേരിനൊരു ചർച്ച നടന്നത്? പിണറായി സർക്കാരിന്റെ ഭരണപരാജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സമരമെന്നും VM സുധീരൻ വ്യക്തമാക്കി. ശശി തരൂർ MPയുടെ മോദി സ്തുതിയിൽ അതൃപ്തിയുമായി RSP. സമീപകാലത്തെ തരൂരിന്റെ പരാമർശം UDFനെ പ്രതിരോധത്തിലാക്കുന്നുവെന്ന് NK പ്രേമചന്ദ്രൻ MP മാധ്യമങ്ങളിലൂടെ തുറന്നടിച്ചു. കോൺഗ്രസ് പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ നയപരമായ നിലപാടുകൾ വ്യക്തമാക്കണമെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചു നടത്തിയ പരാമർശം കോൺഗ്രസിനെ മാത്രമല്ല UDF ഘടകകക്ഷികളെയും പ്രതിരോധത്തിൽ ആക്കുകയാണ്. തരൂരിന്റെ മോദി സ്തുതിയിൽ RSP അതൃപ്തി അറിയിച്ചു. തരൂരിന്റെ വ്യക്തിപരമായ നിലപാടായി കണ്ടാലും സമീപകാലത്തെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ UDFനെയും ഇന്ത്യ മുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്നുവെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തിരുവനന്തപുരം കളക്ടറേറ്റിലെ അക്രമിയെ തുരത്തി ജില്ലാ ഭരണകൂടം. പുലർച്ചെ തേനീച്ചക്കൂട് നശിപ്പിച്ചു. പെസ്റ്റ് കൺട്രോൾ വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് തേനീച്ചക്കൂട് ഒഴിവാക്കിയത്. കഴിഞ്ഞ 2 ദിവസം കളക്ടറേറ്റിലെത്തിയവർക്ക് തേനീച്ചയുടെ കുത്തേറ്റിരുന്നു. കളക്ടറേറ്റിൽ ബോംബ് ഭീഷണിക്ക് പിന്നാലെ പരിശോധനയ്ക്കായി ബോംബ് സ്ക്വാഡും പോലീസും എത്തി. പരിസരത്ത് വ്യാപകമായ പരിശോധന നടക്കുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായി തേനീച്ചകളുടെ ആക്രമണമുണ്ടായത്. കൂറ്റൻ കൂടുകളായിരുന്നു കണ്ടെത്തിയത്. പരിശോധനയ്ക്കെത്തിയ ബോംബ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർക്ക് ആദ്യം കുത്തേറ്റു. ബോംബ് സ്ക്വാഡിന്റെ പരിശോധന തുടരുന്നതിനിടെ കളക്ടറേറ്റ് വളപ്പിലുണ്ടായിരുന്ന തേനീച്ചക്കൂട് ഇളകിയതിനെ തുടർന്നായിരുന്നു ആക്രമണം. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് എറണാകുളത്തെ വൻ ലഹരി സംഘമെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. പിടിയിലായ അഹിന്ദ മണ്ഡൽ, സൊഹൈൽ എന്നിവർ ഇതര സംസ്ഥാന ലഹരി മാഫിയയിലെ പ്രധാനികളെന്നാണ് പോലീസ് കണ്ടെത്തൽ. എറണാകുളം നഗരം, കളമശ്ശേരി, ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പന. കഞ്ചാവ് എത്തിക്കുന്നത് ഒഡീഷയിൽ നിന്നാണെന്നും പോലീസ് കണ്ടെത്തി. ഹോസ്റ്റൽ വിദ്യാർത്ഥികളുമായി ലഹരി മാഫിയ ഇടപാട് തുടങ്ങിയിട്ട് 7 മാസമായെന്നും പോലീസ് പറഞ്ഞു. നേരത്തെ പിടിയിലായ ഷാലിഖിനാണ് ഇതര സംസ്ഥാന കഞ്ചാവ് മാഫിയയുമായി നേരിട്ട് ബന്ധമുള്ളത്. ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ 1 കിലോ കഞ്ചാവുമായി പിടികൂടിയ മുർഷിദാബാദ് സ്വദേശി ദീപക്കും ഈ ഗ്യാങ്ങിലെ അംഗമാണ്. മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ഷൈബിൻ അഷ്റഫ്, ഷിഹാബുദ്ദീൻ, 6ാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാർ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായും മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി പറഞ്ഞു. മൃതദേഹമോ മൃതദേഹ അവശിഷ്ടമോ കണ്ടെത്താത്ത കേസിൽ ശിക്ഷ വിധിക്കുന്ന കേരളത്തിലെ ആദ്യ കേസെന്നും പോലീസ്. കേസിന്റെ ശിക്ഷാവിധി ഈ മാസം 22-ന് വിധിക്കും. 2019 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം.
സൂരു സ്വദേശി ഷാബ ഷെരീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂലി രഹസ്യം അറിയിക്കാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്നു. 1 വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കി എന്നുമാണ് കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ പോലീസിനായില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിച്ചില്ല. ഛത്തീസ്ഗഡിൽ 2 ഇടത്തുണ്ടായ ഏറ്റുമുട്ടലുകളിൽ 22 മാവോവാദികളെ സുരക്ഷാസേന വധിച്ചു. ഒരു സുരക്ഷാ സൈനികൻ ഏറ്റുമുട്ടലിനിടെ വീരമൃത്യു വരിച്ചു. ബസ്തർ ഡിവിഷന്റെ ഭാഗമായ ബിജാപൂർ, കങ്കർ എന്നിവിടങ്ങളിലാണ് ഏറ്റുമുട്ടലുകൾ ഉണ്ടായത്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലങ്ങളിൽ നിന്നും 18 മാവോവാദികളുടെ മൃതദേഹങ്ങളും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സുരക്ഷാസേന കണ്ടെടുത്തിട്ടുണ്ട്. ജില്ലാ റിസർവ് ഗാർഡിലെ അംഗമായ സുരക്ഷാ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. എറണാകുളം കുറുപ്പുംപടിയിൽ 10-12 വയസ്സുള്ള കുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയായി. അമ്മയുടെ ആൺ സുഹൃത്താണ് 2 വർഷത്തോളം കുട്ടികളെ പീഡിപ്പിച്ചത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടികൾ സഹപാഠികൾക്കെഴുതിയ കത്തിലൂടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. പീഡന വിവരം അമ്മ മറച്ചുവെച്ചുവെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കുട്ടികളെ 2 വർഷം നിരന്തരം പീഡനത്തിനിരയാക്കിയത് അമ്മയുടെ അറിവോടെയാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. ലോറി ഡ്രൈവറായ ധനേഷ് ശനിയും ഞായറും വീട്ടിൽ സ്ഥിരമായി താമസിച്ചിരുന്നു. പീഡനത്തിനിരയായി എന്ന് കുട്ടി സഹപാഠിക്ക് എഴുതി നൽകുകയായിരുന്നു. കുറിപ്പ് കാണാനിടയായ അധ്യാപികയാണ് പോലീസിൽ റിപ്പോർട്ട് ചെയ്തത്. തനിക്കെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ഫേസ്ബുക്ക് പേജുകൾക്കെതിരെ നിയമ നടപടിയുമായി നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി. പ്രമുഖ പിന്നണി ഗായിക തനിക്ക് ഒരു എതിരാളിയെ അല്ല എന്ന് പ്രസീത ചാലക്കുടി പറഞ്ഞു എന്ന തലക്കെട്ട് നൽകി ഫോട്ടോ ഉൾപ്പെടെയാണ് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്നത്. സംഭവത്തിൽ പ്രസീത ചാലക്കുടി പോലീസിൽ പരാതി നൽകി. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും താൻ നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. റീച്ചുണ്ടാക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുതെന്നും പ്രസീത പറഞ്ഞു. വ്യാജ വാർത്തയെ തുടർന്ന് കടുത്ത സൈബർ ആക്രമണമാണ് പ്രസീത ചാലക്കുടിക്കെതിരെ നടക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.